ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ പലരും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഇപ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫേസ്ബുക്ക് തന്നെയാണോ ചെയ്യുന്നത് എന്ന് പലർക്കും സംശയമുണ്ടാകാം. സത്യത്തിൽ ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് AI, അതായത് കൃത്രിമ ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയെ കൂട്ടിയിണക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫേസ്ബുക്കിനുള്ളിൽ ഈ AI ഒരു സഹായിയായി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഇത് നമ്മുടെ ഉപയോഗം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടി മെറ്റ കൊണ്ടുവന്ന പുതിയ ഒരു സംവിധാനമാണ്. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ നിർമ്മിച്ച ഈ AI സാങ്കേതിക വിദ്യ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒരു സഹായിയായി നമ്മുടെ കൂടെ ഉണ്ടാകും. ഉദാഹരണത്തിന് നമ്മൾ പോസ്റ്റുകൾ എഴുതുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ കണ്ടെത്താനും അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇത് സഹായിക്കും. ഫേസ്ബുക്കിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യ നമ്മുടെ സമയം ലാഭിക്കാനും നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാനും ഇത് സഹായിക്കും. ലളിതമായി പറഞ്ഞാൽ ഫേസ്ബുക്ക് ഒരു വേദിയാണെങ്കിൽ അതിശയകരമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പുതിയ ടൂളാണ് ഈ AI. സാങ്കേതിക വിദ്യകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം സുഖകരമാക്കുന്നു എന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണിത്. അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം. ഞാനൊക്കെ ഓൾറെഡി പരീക്ഷിച്ച് നോക്കിയിട്ട് ഉള്ള ആളാണ്, ഇപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് ഞാൻ 2-3 ചെറിയ ചെറിയ കഥകൾ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നായ സംഭവങ്ങളുണ്ടാവില്ല, കഥകളായാലും പല കാര്യങ്ങളും. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ടൂളിന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വൃത്തിയായി അത് നമുക്കത് ശരിയാക്കി തരും. പക്ഷെ നമ്മൾ കൊടുക്കണം, എങ്കിലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഭാഗത്ത് നമ്മൾ ചോദിക്കുമ്പോൾ തരും, പക്ഷെ അത് ഒക്കെ ഒരേ രീതിയിലായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു കഥയായാലും എന്ത് തന്നെ ആയാലും അത് നമ്മുടെ ഭാവന അനുസരിച്ച് നമ്മൾ കൊടുത്താൽ അതിനേറ്റവും കുറച്ചുകൂടി ഒരു പടി മുന്നിലാക്കിയിട്ട് ഈ ടൂൾ നമ്മളെ ഒരുപാട് പറഞ്ഞ പോലെ തന്നെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതമായിട്ടാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഇതേപോലത്തെ സാങ്കേതിക വിദ്യകൾ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് എല്ലാ ക്രിയേറ്റർമാർക്കും ഇത് വലിയ ഒരു സഹായിയായി മാറിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ആദ്യമൊക്കെ നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് AI ചിത്രമാണ് എന്ന് അതിൽ നോക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും കളിയാക്കുന്ന ഒരു രീതിയായിരുന്നു. പക്ഷെ അത് പിന്നീട് മാറി എല്ലാവരും ഇപ്പോൾ ആ ടൂളിനെ ആശ്രയിച്ചു തുടങ്ങി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതായിട്ടും ഒരുപടി മുന്നിലാണ് അത് നിൽക്കുന്നത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ ആശ്രയിച്ചു തുടങ്ങി. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വലിയൊരു സഹായം തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് ഉപയോഗിക്കാത്തവർ അത് ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് വലിയ സഹായം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ നിർത്താം, ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.